അതിന് ഒരു കൂട്ടായ്മ. മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിക്കുന്നില്ലേ? സാധിച്ചിട്ടില്ലേ? നിങ്ങൾ പറ. സാധിക്കും. ആ ഒരു സാധ്യത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ. പിന്നെ മുസ്ലിം ലീഗ് പോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഘം ഏതാ ദീനും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടെടുക്കാൻ പറ്റുക? ഞാൻ പറയട്ടെ, ഈ ഒരു അവസ്ഥ ഈ പാർട്ടിക്കുള്ളത് കൊണ്ടല്ലേ കായികമിലത്തിനെ പോലത്തെ ഒരാളിതിന് നടന്നത്, ഭാവഗീതങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ ഈ സംഘടനയ്ക്ക് വേണ്ടി നടന്നത്, പൂക്കോയത്തങ്ങളെ പോലത്തെ ഒരാളിതിന് നടന്നാലേ അവരൊക്കെ ഇതിന് നടക്കുമോ? സുന്നത്തെടുത്ത് നല്ല ഖുർആൻ ഓതി പൂക്കോയത്തങ്ങളൊക്കെ വെറുതെ രാഷ്ട്രീയ പാർട്ടിന്റെ പ്രസിഡന്റാണ് നടക്കും. നമ്മളൊന്ന് ആലോചിച്ചു. അസ്ഹർദ് ബിരുദപ്പെടുത്തുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എത്ര മഹലിന്റെ കാദിയ, മൂപ്പരെന്തിനാ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടന്നത്? കൂലി കിട്ടും വിചാരിച്ചിട്ട് നടന്നു തന്നെ, അല്ലെങ്കിൽ വെറുതെ നടക്കില്ല. പരലോക ബോധം നല്ലോണുള്ള മനുഷ്യനല്ല അദ്ദേഹമൊക്കെ. ആ മനുഷ്യൻ വലിയ വലിയ മഹാന്മാർ ആലോചിച്ചു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരൊക്കെ ലീഗിന് വേണ്ടി ദ്വാരക്കാൻ പോയത് എന്തിന്? പൊതുവെ വിമർശകരങ്ങനെ അവര് നല്ലത് പറഞ്ഞിട്ടാ തുടങ്ങുക. പക്ഷെ തിരിച്ചു ചോദിച്ചു നോക്കി, എന്തേ ഇപ്പോ ശിഹാബ്ദങ്ങളെ ലീഗിനോ അല്ലെങ്കിൽ ഇപ്പൊ ഹൈദരലി ശിഹാബ്ദങ്ങളെ ലീഗിന് എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. ജനങ്ങൾ കുറെ തമ്മാടിത്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ചെയ്യേണ്ടതല്ല. വേറെന്താ? ജനങ്ങൾ തമ്മാടിത്തം ചെയ്യുന്നത് ലീഗ് ഉത്തരവാദിയല്ലല്ലോ. നമ്മൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലെ ജനങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. ബാഫഗീതങ്ങളെ കാലത്തെ ജനങ്ങളും അല്ല, പൂക്കോത്തങ്ങളെ കാലത്തെ ജനങ്ങളും അല്ല. അന്നത്തെ ജനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ജനങ്ങളായി, തെർബിയത്ത് കുറഞ്ഞ ആൾക്കാരായി. ബാപ്പാനിമാരും തന്നെ ശരിക്കും ബഹുമാനിക്കാത്തവർക്ക് അവനാന്റെ ബാപ്പാനെ ബഹുമാനിക്കാത്തവർ പിന്നെന്താ ഓ ദീനിനെ ബഹുമാനിക്കോ? ജനങ്ങളോട് കടമല്ലാത്തവൻ പടച്ചവനോട് കടമ ബോധിപ്പിക്കോ? ഇല്ലല്ലോ. നിസ്കാരം പള്ളിയൊക്കെ ഒരുപാട് വികസിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സിലെ ഈമാൻ വളരെ കുറവാണല്ലോ. ഈമാൻ കുറഞ്ഞോണ്ടല്ലോ ഈ സംഗതിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എപ്പോൾ ഒന്ന് പഠിച്ചു നോക്കി. ഇപ്പൊ നമ്മുടെ നാട്ടില് ദീനിയായി നടക്കുന്ന ചലനങ്ങൾ എത്ര പഠന ക്ലാസ്സാ? എവിടെ നോക്കിയാലും ഖുർആൻ ക്ലാസ്, വനിതാ ക്ലാസ്, സുബൈക്ക് പള്ളിയിൽ ക്ലാസ്. ഇനി എവിടെ ക്ലാസ് വേണ്ടി? ഇനി എവിടെ ക്ലാസ് വേണ്ട? പണ്ടൊന്നും വെള്ളിയാഴ്ച പള്ളിയിൽ ഇത്ര പ്രസംഗം ചെല്ലോ. പള്ളിയിൽ മൂല്യം ശരിക്കും പ്രസംഗിക്കും. ആയപ്പോ ഒരു അത്യാവശ്യ കാര്യമില്ല. ഇപ്പോഴോ പ്രസംഗിക്കാൻ അറിയാത്ത ഖത്തീബിന് ജോലി തന്നെ. എവിടെയും പ്രസംഗം, എവിടെയും ദീൻ. എത്ര യോഗം എടുത്ത് എത്ര വഴുതാപ്പ നടക്കും ആലോചിച്ചു. ഇതൊക്കെ കൂടി കണ്ടാൽ കൗമ് നന്നായിട്ട് സ്വർഗത്തിൽ സ്ഥലജാത്ത മാതിരിയാവൂലേ? അത്രയും കൗമ് നന്നാണ്ടേ, പക്ഷെ ഒറ്റ നന്നായിട്ടില്ല. പത്രം വായിച്ചാൽ എല്ലാ തിന്മയും ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. പണ്ട് ഇത്ര വഴുതില്ല, ഇത്രയധികം പഠന ക്ലാസ് ഇല്ല, പള്ളിയിലൊന്നും വെള്ളിയാഴ്ച അങ്ങനെ പ്രസംഗവുമില്ല. പക്ഷെ അന്നത്തെ ജനങ്ങൾ ഇങ്ങനെ എരപ്പത്ര അധികം ഉണ്ടാക്കിയതില്ലല്ലോ. ഇപ്പൊ ബാങ്ക് കൊള്ളയതാലും നമ്മൾ തന്നെ, വ്യഭിചാരം നടത്തിയാലും നമ്മൾ തന്നെ, എന്ത് തമ്മാടി തന്നെ നമ്മൾ തന്നെ. ഉത്ബോധനങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊടി പൊടിക്കുക, തമ്മാടിത്തെ ഒരു ഭാഗത്ത് വേറെയും പൊടി പൊടിക്കുക. അതന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ തുസഖറഫുൽ മഹാരീബ് വതുഖാബുൽ ഖുലൂബ്. അതന്നെ തുസഖറഫുൽ മഹാരീബ്, മെഹ്റാബുകൾ വർണ്ണ മനോഹരവും. ഓരോ നാട്ടിലും അന്തസ്സുള്ള പള്ളി ഇങ്ങനെ വരും. തുഖറബുൽ ഖുലൂബ്, മനുഷ്യന്റെ കൽബ് ഖറാബാവും. കൽബിൽ ദീനുണ്ടാവില്ല. ദീനൊക്കെ പള്ളിന്റെ മുകളിൽ മിനാര പെയിന്റ് അടിക്കണം, മിനാരത്തിന് ഗ്ലാസ് വെക്കണം, ടൈൽസ് വെക്കണം. ഈമാൻ മുഴുവൻ കാണുന്ന എവിടെയാ? പ്രകടനം. ഒരു അങ്ങാടിയിൽ വന്ന വലിയ മിനാരും പള്ളിയൊക്കെ വേണം. മനുഷ്യന്റെ മനസ്സിൽ ആ സാധനം തീരുണ്ടാവില്ല. മനസ്സിൽ നിന്ന് ഈമാൻ പ്രകടനമായി മാറി പുറത്തു വന്നു. സ്വഹാബത്തിന്റെ കാലത്തെ പള്ളിക്ക് വലിയ അലങ്കാരമൊന്നുമില്ല, പക്ഷെ നിസ്കരിക്കാൻ മനുഷ്യന്റെ കൽബിൽ പോകാൻ ഈമാനാ. ദീനിനെ തൊട്ടടിക്കാൻ അവരേക്കൂല. ഇന്ന് നമ്മളെ മക്കളെ പള്ളിക്കും മിനാരും പെയിന്റൊക്കെ വേണമെങ്കിൽ കള്ളുപിടിച്ചൊരു മുസ്ലിം നടക്കാൻ ഒരു വിഷമൊന്നുമില്ലല്ലോ. അങ്ങനെ പിടിച്ചോട്ടെ, കുഴപ്പമില്ല. അവന് ചോദിച്ചാലേ പ്രശ്നമില്ല. ഇതല്ലേ നമ്മുടെ സമയം കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞത്. മാറ്റമില്ല, വയതുകൊണ്ട് ഗുണമില്ല, ഖുർആൻ ക്ലാസുകൊണ്ട് ഗുണമില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ നിർത്തിയേക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അനുസരിച്ചൊരു ഫലം കിട്ടാത്ത എന്താ? ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദൂഷ്യ പ്രശ്നങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിറ്റാമിന്റെ കുറവല്ല, ഹറാമിന്റെ അംശം കുറയുണ്ട്. കുറെ വട്ടിപ്പലിശ, കുറെ വേണ്ടാത്ത പൈസ. നല്ല പൈസ തിന്നെങ്കിലല്ലേ നല്ല തടി ഉണ്ടാവുള്ളൂ. ആ തടിക്കല്ലേ ഉത്ബോധന യേശുള്ളൂ. മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്താലേ മക്കളെ നന്നാവുള്ളൂ. ഹറാമിന്റെ ഭക്ഷണം കൊടുത്താൽ ഇവിടെ വാരണ അവൻ തിരിഞ്ഞു നടക്കല്ലേ ഉള്ളൂ. പിന്നെ അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. രാവിലെ സുബൈ കൃത്യസമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക, അങ്ങനെയൊന്നുമില്ല. സുബൈക്ക് കടന്നുറങ്ങും, രാത്രി ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് നിന്ന് നടക്കും, നിസ്കരിക്കൂല. ഏതൊരു പിതാവിനൊരു മാതാവിനും കുട്ടീനെന്ന് രാവിലെ വിളിച്ചോടത്തിക്കൂടെ? എന്നിട്ട് ലേശം ഖുർആൻ ഓദിച്ചൂടെ? എന്താ ചെയ്യണേ? അത് ചെയ്യൂല. ഒരു തെർബിയത്തും കൊടുക്കില്ല. നമ്മളൊക്കെ അങ്ങനെ തന്നെ. നിങ്ങൾ അഞ്ചന്മാരൊക്കെ വീട്ടിലുണ്ടാവും, വിളിച്ചോടത്തിന് ശേഷം ആദ്യം നീക്കണ്ടേ? ഒന്ന് വിളിച്ചോടത്തി സുബൈസ്കരിച്ച് ലേശം ഖുർആൻ ഓദിച്ചു കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു മാറ്റുണ്ടാവും. അത് ചെയ്യാതെ കുട്ടി എവിടെയോ കള്ളുടിച്ച് വീണെടുക്കേണ്ടെന്ന് പറയുമ്പോ പിന്നെ വയലിന്റെ മജ്‌ലിസിക്ക് 100 രൂപ കൊടുത്തിട്ട് സംഭാവന ചെയ്ത് കുട്ടിയെ സ്വർഗത്തിക്കാക്കാൻ വേണം നടക്കൊന്നുമില്ല. ആവൂലെന്നല്ല ഞാൻ പറഞ്ഞത്. പഠിച്ചോണ്ട് നന്നാക്കിയാൽ നന്നാവും. വേറെ കാര്യം കുറുക്കുവയ്ക്ക് പറ്റൂല ഏർപ്പാട്. അങ്ങനല്ലേ? എരപ്പായിട്ട് നന്നാക്കാൻ നിൽക്കണ്ടല്ലോ, എരപ്പാണിനും നന്നാക്കിക്കൂടെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ തെർബിയത്തിന്റെ ഒരു മനസ്സ് നമുക്കൊക്കെ പറയും. പൊതുവേ നമ്മൾ ഒരു വിമർശനാത്മകമായിട്ടുള്ള എല്ലാത്തിനും കാണും. നിങ്ങളെ വീട്ടിൽ നല്ല ഭക്ഷണം വെച്ച ഒരാളെ കല്യാണത്തിന് വിളിച്ചു നോക്ക്, നല്ല സൽക്കാരം നടത്തി നോക്ക്. ഒക്കെ തിന്ന് പോകുമ്പോ ആ ഇറച്ചി ലേശം വന്നിട്ട് ചേട്ടാ കുറച്ചൊരു കുറവുണ്ട്. ആ സാധുത്തര ഇടങ്ങറായി ഉണ്ടാക്കിയേക്കാരാ കറിയാണ്. ആ കടമാങ്ങൾക്ക് ഒപ്പിച്ചുണ്ടാക്കിയതേക്കാര കുറ്റം പറഞ്ഞേ പോവുള്ളൂ, നല്ലത് പറയില്ലോ.
അത് പറയില്ല. അത് മനുഷ്യന്റെ പൊതുധാരണയാണ്. ഈ ഒരു പൊതു സ്വഭാവം മനുഷ്യനുള്ളതാണ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ മനുഷ്യൻ എപ്പോഴും ദോഷൈക തീർക്കാം. അപ്പൊ ലീഗ് പോലത്തെ ഒരു സംഘടനക്ക് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കേട് പറയണ്ടാവും. കുറ്റം തന്നെ കാണുന്ന ആൾക്ക് ഒരുപാട് കേട് പറയണ്ടാവും. കാരണം എന്താ, എന്തൊരു ചെയ്യുമ്പോഴല്ലേ കുറവുണ്ടാവുള്ളൂ. ഒന്നും ചെയ്യാത്തതിനെ കുറിച്ചൊന്നും പറയാണ്ടാവുമല്ലോ. ഇപ്പൊ മാധ്യമം പത്രത്തിൽ എന്ത് കുറ്റം പറയാൻ എന്താ കാരണം? ഓൽക്കൊന്നും ചെയ്യാനില്ല. ഓലെന്തേ ഇവിടെ ചെയ്തത്? ഓലാകെ കുറച്ച് ആൾക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ഹൽക്കന്റെ ആൾക്കാരുണ്ട്. ഓൽ ഈ സമൂഹത്തിന് വേണ്ടി എന്താ ഇത്? എവിടെയെങ്കിലും കുറച്ച് റിലീഫ് മറ്റും പോലെ നടത്താൻ ഈ സമുദായത്തിന്റെ ഒരു പൊതുപ്രശ്നത്തിൽ അവർ ഈ സമൂഹത്തിന് ചെയ്ത് ഒരു ഗുണം പറയണം. അവരെ കൊണ്ട് സമൂഹത്തിന് കിട്ടിയ ഒരു നേട്ടം പറയണം. നമുക്ക് പറയാം, മുസ്ലിം ലീഗ് നേട്ടം 1000 എണ്ണം നമുക്ക് പറഞ്ഞൂടെ? ഈ മലപ്പുറം എന്താ പറഞ്ഞു വിചാരിച്ചേക്ക്? ഈ മലപ്പുറം ജില്ല എവിടെ നിൽക്കുന്നത്? 5 യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ മലപ്പുറത്ത്. 5 യൂണിവേഴ്സിറ്റി ചിന്തിക്കാൻ പറ്റുന്നത്. ഒരു ഫറൂഖ് കോളേജ് ഉണ്ടാക്കാൻ കാറ് വെച്ച് നടന്നിരുന്ന കൗമാമ. 5 യൂണിവേഴ്സിറ്റി. നേരത്തെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേളാരിയിൽ മലപ്പുറത്താണ്. മലയാളം സർവകലാശാല തുഞ്ചമ്പറമ്പിൽ, അതുപോലെ തന്നെ ആയുർവേദ സർവകലാശാല കോട്ടക്കൽ, ഇഫ്ലു സർവകലാശാല പാണക്കാട്ട്, കേന്ദ്ര സർവകലാശാലയുടെ ക്യാമ്പസ് അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പെരിന്തമണ്ണ 5 എണ്ണം. ഇനി പോരെങ്കിൽ സ്വയംഭരണാവകാശമുള്ള ദാർഹുദ യൂണിവേഴ്സിറ്റി 6 യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിൽ. എവിടെ എത്തി നമ്മള്? SNDP NSS ഒക്കെ നോക്കി കാണുന്നുണ്ട്. നമ്മളിപ്പോൾ നേടിയിട്ടില്ല, അത് വേറെ കാര്യം, നേടാൻ തുടങ്ങണേ ഉള്ളൂ. പക്ഷെ ഇത് മുഴുവൻ ഒരു സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന്. പക്ഷെ ഇതിലെല്ലാം ഈ ഭാഗത്തൊരു പങ്കിട്ടത് വേറെ കാര്യം. ഒന്നുമല്ലാത്തൊരു ജില്ല മുസ്ലിം ലീഗിന്റെ ശക്തി കൊണ്ട് നേടി തന്നെയാണ് തോന്നിയത്. ഞാൻ ചോദിക്കട്ടെ, ഈ 5 സർവകലാശാലയുടെ പിന്നിൽ മുസ്ലിം ലീഗിന്റെ പങ്കില്ലേ? നിങ്ങൾ പറ. ഇടതുപക്ഷം മുടക്കാൻ നിന്ന് അലിഗഡ് ക്യാമ്പസ് അഹമ്മദ് സാഹിബിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടല്ലേ മലപ്പുറത്ത് വന്നത് തന്നെ. നിങ്ങളതിന്റെ ചരിത്രം പഠിക്കുക. അഹമ്മദ് സാഹിബിന്റെ മുസ്ലിം ലീഗ് നിരന്തരം പുരകെട്ടി സമരം ചെയ്തില്ല മലപ്പുറത്ത്. കലക്ടറേറ്റ് തമ്മിൽ മാരത്തോണ സമരം. ഇല്ലെങ്കിൽ വരും അത്. ഇടതുപക്ഷത്തിൽ നിന്ന് മുടക്കണം എന്നേ ഉണ്ടായതുള്ളൂ. ചേലാമലയിൽ ഒരു നിലക്കും യോജിക്കാത്ത സ്ഥലത്താപ്പത് കൊണ്ടുപോയിട്ടത് വാശിയോണ്ടല്ലേ. പകരം പുറത്ത് ഇഫ്ലു സർവകലാശാല നമ്മൾ കൊണ്ടുവന്നു. അഹമ്മദ് സാഹിബിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് കുഞ്ഞാട്ടി സാഹിബൊക്കെ ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിന്റെ സ്ഥലം കൊടുത്തും ചെയ്തു. ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യം വരെ ചെയ്ത് പറയുന്നത് പിന്നെ അവർക്ക് എഴുതിയ പോലെ പത്രത്തിൽ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിവിടെ നിന്നിട്ട് മുസ്ലിം ലീഗിന് ചെയ്യുന്ന സേവനത്തെ കുറിച്ച് പറഞ്ഞാൽ വാദോരാതെ പറയണം. നമ്മളൊക്കെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ല, നമുക്കൊരു വ്യക്തിപരമായ നേട്ടം കിട്ടാനല്ല കൂട്ടരെ. ഇതാണ് ഇല്ലാതായോക്കണതിന്റെ ഗതികേട് അറിയണില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മനസ്സിലാവില്ല. വാടകച്ചുടം കടന്നു പോണങ്ങൾ പുറത്തേക്കൊന്ന് യാത്ര ചെയ്യണം. മുസ്ലിമിന്റെ ഗതി കാണുന്നത്, അവന്റെ ഇടങ്ങേറ് കാണുന്നത്. ആ ഇടങ്ങേറ് അനുഭവിക്കുന്ന മുസ്ലിമിന്റെ കഷ്ടപ്പാടെന്ന് പഠിക്കണമെങ്കിൽ ലീഗ് ഉള്ളതുകൊണ്ട് തന്നെയായി തണല്. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ തരണം. ബംഗാളിൽ പോയി മുസ്ലിമിന്റെ അവസ്ഥ ഒന്ന് പഠിച്ചു നോക്കും. ബംഗാളിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പോയി നോക്കും. നമ്മുടെ നാട്ടിലിപ്പോ ബംഗാളിൽ വരെ വന്നല്ലോ. എന്റെ നാട്ടിൽ 10 കൊല്ലം മുമ്പ് വന്നു ബംഗാളിൽ. ഇപ്പൊ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെ ചെറുപ്പം കമ്പനിയിലുള്ള ബംഗാളി ഒരുപാട് ബംഗാളികളുണ്ട് അവിടെ. ഒരുപാട് ബംഗാളികൾ ആദ്യം അവർ വന്നിട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. പൂക്കോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ, പഞ്ചായത്ത് ജയിച്ചപ്പോ ബംഗാളികളൊക്കെ കൂടി പ്രകടനത്തിൽ ശിവരഞ്ജനത്തിൽ ഒന്നും കൂടി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞാലോ ലീഗ് എന്ന് പറഞ്ഞ സംഗതി ഇവർക്ക് മനസ്സിൽ പിടിച്ചു. കാരണം അവിടെ ഉണ്ടെങ്കിൽ തരക്കേടില്ലേനു. കാരണം ഞങ്ങളാകെ അടിച്ചമർത്തപ്പെട്ട നിങ്ങൾ അന്തസ് ലീഗാന്നാണ്. പച്ചക്കൊടി ഇവരെ പിടിക്കണം. മുദ്രാവാക്യം എന്താ വിളിക്കണം എന്ന് കൊടുക്കാൻ ഒരു പ്രത്യേക പാടുന്നു. എന്നാലും ഇവർക്ക് സന്തോഷം. ഇവർക്ക് ഇതിന്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ വന്നു അവരിപ്പോഴും പറയാം. അവിടെ സെറ്റിലായി സ്കൂളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ബംഗാളികളുണ്ട്. അവിടെ ചെറുപ്പം കമ്പനിയിൽ വന്നാ പണ്ട്. മറ്റു സ്ഥലത്തൊക്കെ പിന്നെ വരാൻ തുടങ്ങിയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു തറവാട്ട് സംഘടന എന്ന രീതിയിൽ, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിലെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു പാർട്ടി തന്നെയുള്ളൂ. അവിടെ കുട്ടികൾ അയിന്ന് ഭിന്നിച്ച് ഒരു ആവേശത്തിന് വേണ്ടി പുറത്തൊക്കെ പോയി സംഘടിച്ച് വൃത്തികേട് ചെയ്ത് വെറുതെ തമ്മിൽ തല്ലാൻ നിൽക്കണ്ട. ഇത് പോയാൽ എന്റെ കുറവ് നമുക്കറിയാം. വിമർശിക്കാൻ ധാരാളം ആളുണ്ടാവും. കാരണം വിമർശനം എളുപ്പമാണ്, പണിയെടുക്കാൻ പ്രയാസമാണ്. വിമർശനം എളുപ്പമാണ്, പണിയെടുക്കാൻ പ്രയാസമാണ്. വിമർശനത്തിന് മറുപടി പറയാനും പ്രയാസമായിരിക്കും. വിമർശിക്കാൻ ചോദ്യം ചോദിക്കാൻ എളുപ്പം, മറുപടി അത്ര എളുപ്പമല്ലോ. ചോദ്യം ഒറ്റ വാക്ക് കഴിയും, മറുപടി എളുപ്പം കഴിയില്ല. ആ തത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൂർവികന്മാർ കെട്ടിപ്പടുത്ത ഈ ചിന്താഗതി നിലനിർത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ.